السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ആദരണീയരായ ശ്രോതാക്കളെ, നമ്മുടെ ഇന്നത്തെ വിഷയവും മെഹന്തിയെപ്പറ്റിയാണ്, മൈലാഞ്ചിയെപ്പറ്റിയാണ്. ഈ മൈലാഞ്ചി, മെഹന്തി, ഇതിൻ്റെ സ്ഥാനങ്ങൾ നിങ്ങൾക്ക് നന്നായി അറിയാം. പഴയകാലത്തും ഇന്നും വളരെ കൂടുതലായി ഉപയോഗിക്കുന്നതാണ്. കൂടുതലും അത് ഭംഗിയുടെ ഉദ്ദേശം വെച്ച് ആണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഭംഗിക്ക് പുറമെ അതിൽ ഒരുപാട് ആരോഗ്യ ഫലങ്ങളുണ്ട്. അബൂദർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന അഹ്സന മാ ഗയ്യർതും ബിഹി ശൈബ അൽ ഹിന്നാഉ വൽ ഖത്തും. അതായത് നിങ്ങളുടെ നരയെ പോക്കാൻ വേണ്ടി, ഇല്ലാണ്ടാക്കാൻ വേണ്ടി വളരെ നല്ല സാധനമാണ് മെഹന്തി. അതുപോലെ തന്നെ ഖത്തും എന്ന് പറയുന്ന യമനിൽ നിന്ന് വരുന്ന ഒരു ചെടി. ഇത് വളരെ നല്ലതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വേറൊരു ഹദീസിൽ കാണുന്നുണ്ട്, മാ ശകാ ഇലൈഹി അഹദും വജഅം ഫീ റഅസിഹി ഇല്ലാ ഖാല ഇഹ്തജിം വലാ ശകാ ഇലൈഹി വജഅം ഫീ റിജ്ലൈഹി ഇല്ലാ ഖാല ഇഖ്തദിബ്ഹുമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആരെങ്കിലും പോയി എൻ്റെ തലയിൽ വേദന ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ കപ്പിംഗ്, ഹിജാം ചെയ്യിപ്പിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും. ഇനി ആരെങ്കിലും അവരുടെ രണ്ട് കാലിന് വേദനയുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ ആ രണ്ട് കാലിലും മൈലാഞ്ചി തേച്ച് പിടിപ്പിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും. വേറൊരു ഹദീസിൽ കാണുന്നത്, കാന ലാ യുസീബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർഹത്തുൻ വലാ ഷൗഖത്തുൻ ഇല്ലാ വളാ അലൈഹിൽ ഹിന്ന. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ല വ്രണമോ മുറിവോ പറ്റുകയാണെങ്കിൽ അതിൽ മൈലാഞ്ചി തേച്ച് പിടിപ്പിക്കുമായിരുന്നു എന്ന് ഹദീസിൽ കാണുന്നുണ്ട്. വേറൊരു ഹദീസ്, സയ്യിദു റൈഹാനി അഹ്ലിൽ ജന്നത്തി അൽ ഹിന്ന. സ്വർഗാവകാശികളുടെ റൈഹാനിൻ്റെ നേതാവ് ഹിന്ന, മൈലാഞ്ചിയാണ് എന്നും ഹദീസുണ്ട്. ഇതിൻ്റെ അർത്ഥം വളരെ ഗഹനമായി ചിന്തിക്കേണ്ടതാണ്. ഇതിൻ്റെ അർത്ഥം ഈ മൈലാഞ്ചിക്ക് അത്രമാത്രം സ്ഥാനങ്ങളുണ്ട് എന്നാണ്. പക്ഷെ നാം അത് പലരും ചിന്തിക്കാറില്ല. ഒൻലി ഭംഗിയുടെ ഉദ്ദേശത്തിന് മാത്രം കണ്ടതും കിട്ടിയതും ഷോപ്പിൽ നിന്ന് കിട്ടുന്നതൊക്കെ നാം വാങ്ങിച്ചു അപ്ലൈ ചെയ്യാറുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിൻ്റെ മെഡിക്കൽ ബെനിഫിറ്റ്സുകളെപ്പറ്റി, ആരോഗ്യപരമായ ഗുണഫലങ്ങളെപ്പറ്റി ഞാൻ പറയുകയാണെങ്കിൽ അനേകം എനിക്ക് പറയാനുണ്ട്. എങ്കിലും ചുരുക്കി പറയുന്നു, ഇന്ന് കൂടുതൽ സ്ത്രീകളും പെൺകുട്ടികളും അപ്ലൈ ചെയ്യുന്ന, തേച്ച് പിടിപ്പിക്കുന്ന ഈ മൈലാഞ്ചി, ഇത് തീർച്ചയായും ഓർജിൻ ആയിരിക്കണം, അതിൻ്റെ അസിലി മൈലാഞ്ചി ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ മൈലാഞ്ചി മരത്തിൻ്റെ ആ ഇലകൾ നേരിട്ട് പറിച്ച് അത് പേസ്റ്റ് ചെയ്ത് പിടിപ്പിക്കലാണ് ഏറ്റവും നല്ലത്. അല്ലാതെ
ഈ മൈലാഞ്ചിയെപ്പറ്റി ഒരുപാട് ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ട്. ഇന്ന് ഡോക്ടേഴ്സ് പറയുന്നത് ബ്രൗൺ ആൻഡ് ബ്ലാക്ക്, തവിട് നിറത്തിലുള്ളതും കറുത്ത നിറത്തിലുള്ളതുമായ മൈലാഞ്ചി അത് ആരോഗ്യത്തിന് വളരെ ഹാനികരമാണ് എന്നാണ് അവർ പറയുന്നത്. ഡൽഹിയിലെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ അനിൽ ഗാഞ്ചു പറയുന്നത്, അദ്ദേഹം എഴുതിയ ഭാഷയിൽ തന്നെ ഞാൻ പറയട്ടെ, പ്യൂർ ഫോം ഓഫ് മെഹന്തി that is green in color doesn't cause any health complication. ശരിയായ ഓർജിൻ ആയ പച്ച നിറത്തിലുള്ള ആ മൈലാഞ്ചി കൊണ്ട് നമ്മുടെ ആരോഗ്യത്തിന് യാതൊരു ബുദ്ധിമുട്ടുകളും വരുന്നില്ല. നേരെ മറിച്ച് അദ്ദേഹം പറയുന്നു, ബ്രൗൺ ആൻഡ് ബ്ലാക്ക് കളേർഡ് മെഹന്തി, ഈ ഷോപ്പിൽ കിട്ടുന്ന ബ്രൗൺ അതുപോലെ തന്നെ ബ്ലാക്കും കളറിൻ്റെ മൈലാഞ്ചികൾ കോസസ് കോൺടാക്ട് ഡെർമാറ്റൈറ്റിസ്, അത് മുഖേന ചർമ്മ സംബന്ധമായ സ്കിൻ സംബന്ധമായ ഒരുപാട് രോഗങ്ങൾ ഉണ്ടാകുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അവിടെ അദ്ദേഹം വീണ്ടും പറഞ്ഞു, ഹി സെഡ് കോമൺ ഫോം ഓഫ് മെഹന്തി ഈസ് നോ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഈസ് നോ പ്രോബ്ലം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ശരിയായ അസലിയായ നാച്ചുറലായ മൈലാഞ്ചി ഒരു പ്രശ്നവുമില്ല. അദ്ദേഹം പറയുന്നു, കോമൺ സൈഡ് എഫക്റ്റ് ഓഫ് മെഹന്തി ഈസ് വീസിങ്, ഇച്ചിങ്, റെഡ്നെസ്, ബേണിംഗ്, സ്വെല്ലിംഗ് ഓഫ് സ്കിൻ. ഈ മൈലാഞ്ചി കൊണ്ട്, ഈ നാം ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന മൈലാഞ്ചി കൊണ്ട് ചിലപ്പോൾ വീസിങ്, ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ വല്ലാത്ത എന്തോ ഒരു ശബ്ദത്തോടു കൂടിയുള്ള ഒരു ശ്വാസം മുട്ടൽ, അതുപോലെ തന്നെ ചൊറിച്ചൽ, പിന്നെ റെഡ്നെസ് എന്ന് പറഞ്ഞാൽ ചുവന്ന പാടുകൾ, അതേപോലെ തന്നെ അവിടെ ഒരു എരിച്ചൽ, നമ്മുടെ സ്കിന്നെല്ലാം അതിന് വീക്കൊക്കെ, ഇങ്ങനെ പലജാതി സൈഡ് എഫക്ട്സുകളും ഇത് മുഖേന ഉണ്ടാകും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കെമിക്കൽ മിക്സ് ചെയ്ത മൈലാഞ്ചിയെപ്പറ്റി നല്ലോണം ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ തന്നെ കോസ്മെറ്റിക് അവയെപ്പറ്റിയും നല്ലോണം ശ്രദ്ധിക്കേണ്ടതാണ്. അത് ഉപയോഗിക്കുമ്പോഴേക്ക് ഒന്നും തിരിഞ്ഞു നോക്കാതെ നമ്മുടെ പെൺകുട്ടികളിൽ പലരും അത് കോസ്മെറ്റിക് ഐറ്റംസും മൈലാഞ്ചിയും ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ കോസ്മെറ്റിക് ഐറ്റംസ് ഉപയോഗിച്ച് കണ്ണിൽ ക്യാൻസർ വന്ന നമുക്കറിയുന്ന ഒരു പെൺകുട്ടിയുടെ ചരിത്രം തന്നെ പറയാനുണ്ട്. കാരണം അത് അത്രമാത്രം പ്രശ്നമാണ്. തീരെ ആൾക്കാർ ശ്രദ്ധിക്കാറേ ഇല്ല. ഈ കോസ്മെറ്റിക് ഐറ്റംസിൽ ഒരുപാട് രോഗങ്ങൾ വരുന്നുണ്ട്. ഈ മൈലാഞ്ചിയെപ്പറ്റി ഒരുപാട് ഗവേഷണങ്ങൾ ശാസ്ത്രജ്ഞരും ഗവേഷകരും നടത്തിയിട്ടുണ്ട്. ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ അവിടുത്തെ ഡെർമറ്റോളജിയുടെ, അതായത് ചർമ്മത്തിൻ്റെ ഹെഡ് ഓഫ് ദ പ്രൊഫസർ ഡോക്ടർ നാറ്റോ, അദ്ദേഹം ഇതിനെപ്പറ്റി ഗവേഷണം നടത്തി ഈ മൈലാഞ്ചിയുടെ, അസലി മൈലാഞ്ചിയുടെ ഒരുപാട് ബെനിഫിറ്റ്സുകൾ, ആരോഗ്യഫലങ്ങൾ അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ജപ്പാനിലെ ഒരുപാട് ശാസ്ത്രജ്ഞരും ഇതിനെപ്പറ്റി ഗവേഷണം ചെയ്ത് ഒരുപാട് അതിൻ്റെ ഗുണഫലങ്ങളെപ്പറ്റി കണ്ടെത്തിയിട്ടുണ്ട്. ഡോക്ടർ ക്ലെർക്ക് അദ്ദേഹവും ഇതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ ഗവേഷണം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ബെനിഫിറ്റ്സുകൾ.
ഡോക്ടർ ഹസ്സാൻ പാഷ എന്ന് പറയുന്ന ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു കാർഡിയോളജിസ്റ്റും കൂടിയായ, ഹാർട്ടിൻ്റെ ഡോക്ടറും കൂടിയായ അദ്ദേഹവും ഇതിനെപ്പറ്റി ധാരാളം പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഒറിജിൻ ആണെങ്കിൽ അതിൻ്റെ ഗുണഫലങ്ങൾ, ആരോഗ്യപരമായ ഗുണഫലങ്ങളെപ്പറ്റി അദ്ദേഹം ധാരാളം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അനേകം ഗ്രന്ഥങ്ങളും അറബിയിൽ എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രൊഫസർ ഡോക്ടർ മുഹമ്മദ് ആമിർ, ഈജിപ്തുകാരനാണ്. അദ്ദേഹവും ഇതിൻ്റെ ആരോഗ്യ ഫലങ്ങളെപ്പറ്റി, മെഡിക്കൽ ഫലങ്ങളെപ്പറ്റി ധാരാളം എഴുതിയിട്ടുണ്ട്. ഡോക്ടർ നീൽ ആൻഡ് ഹിസ് അസിസ്റ്റൻസ്, അതായത് ഡോക്ടർ നീലും അവരുടെ സഹപാഠികളും അവർ വലിയ ഗവേഷണം നടത്തിയിട്ട്, അവർ ഇറ്റാലിയുടെ ഒരു യൂണിവേഴ്സിറ്റിയുടെ ശാസ്ത്രജ്ഞരാണ്. അവർ ഇതിനെപ്പറ്റി വലിയൊരു ഗവേഷണം നടത്തിയിട്ട് ധാരാളം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഇതിനെപ്പറ്റി ധാരാളം നമുക്ക് പറയാനുണ്ട്, ധാരാളം ഉണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ഒരു ക്ലാസ്സും കൂടി ചിലപ്പോൾ എടുക്കും. നമുക്ക് ഇതിനെപ്പറ്റി ധാരാളം മനസ്സിലാക്കാനുണ്ട്. അതുകൊണ്ട് ഇതിനെ ഉപയോഗിക്കുന്നവർ നന്നായി ശ്രദ്ധിച്ച് ഉപയോഗിക്കണമെന്ന് പ്രത്യേകമായി അപേക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.